ലോങ് ലെഗ്സ് സ്റ്റാറിംഗ് നിക്കലസ് കേജ്, മൈക്ക മൊൺറോ. എന്താണ് ഈ സിനിമ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സസ്പെൻസ് ത്രില്ലറാണ്. എ സീരിയൽ കില്ലർ ഓൺ ദ ലൂസ്, അതാണ് സബ്ജക്ട്, വിത്ത് ഹൊറർ എലമെന്റ്സ്. ഈ സിനിമയുടെ ഒരു 1 hour 10 minutes ഒരു സസ്പെൻസ് സൈക്കോ ത്രില്ലർ മോളാണ് പോണത്. പക്ഷെ അവസാനത്തെ അരമണിക്കൂർ അത് വേറെ റേഞ്ച് സംഭവം തന്നെയായിരുന്നു. നമ്മൾ ഒട്ടും പ്രിഡിക്റ്റ് ചെയ്യാത്ത രീതിയിലോട്ട് റൈറ്റർ ഡയറക്ടറായ ഓസ്ഗുഡ് പെർക്കിൻസ് സ്റ്റീറും തിരിക്കും. അത് നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന ഒരു ട്രോമാറ്റിക് ഈവൻ്റായി മാറും. റിട്ടൺ ആൻഡ് ഡയറക്ടഡ് ബൈ ഓസ്ഗുഡ് പെർക്കിൻസ്. പിച്ച് പെർഫെക്റ്റ് ആയി തന്നെ മേക്ക് ചെയ്തിട്ടുണ്ട് ആൻഡ് വളരെ സ്മൂത്ത് ആയിട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ ഈച്ച് ആൻഡ് എവറി ഡിപ്പാർട്ട്മെന്റ്സ്. പ്രൊഡക്ഷൻ ഡിസൈൻ അമേസിംഗ് ആയിരുന്നു. ആ ഒരു ക്ലിയർ ക്രീപ്പി ആൻഡ് എസ്തറ്റിക് ആയിട്ട് അതിന് ചെയ്തു വെച്ചിട്ടുണ്ട്. ആൻഡ് അതിനനുസരിച്ച് തന്നെ DOP വർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഹൊറർ ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട്. എടുത്തു പറയുന്നത് എഡിറ്റിംഗ് ആണ്. പാസ്റ്റും പ്രസന്റും കംപ്ലീറ്റ്ലി വളരെ ബ്യൂട്ടിഫുൾ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഹോൾ ടീമിന്റെ ഒത്തൊരുമയോടെ കൺസ്ട്രക്ട് ചെയ്ത ഒരു സ്ട്രൈക്കിംഗ്ലി വെൽ മെയ്ഡ് സസ്പെൻസ് ഹൊറർ ത്രില്ലർ തന്നെയാണ് ലോങ് ലെഗ്സ്. പിന്നെ ഇതിനെ കൂടുതൽ മനോഹരമാകുന്നത് ഇതിന്റെ പെർഫോമൻസ് ആണ്. നിക്കലസ് കേജ്, ആ ആക്ടർ എന്തൊരു പെർഫോമൻസ് കാഴ്ചവെച്ചിരിക്കണേ. ഈ ഒരു പഴയ ആ ഒരു നിക്കലസ് കേജ് അല്ല ഇപ്പോൾ. ഇതിനെ ഭയങ്കര ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. ഏതായാലും ഈ സിനിമ കണ്ടവർ ഇതിന്റെ പെർഫോമൻസും ആ ലുക്കും പെട്ടെന്ന് അങ്ങനെ മറന്നു പോകില്ല. മൈക്ക മൊൺറോ ഫീമെയിൽ ലീഡ് വളരെ ഇന്റൻസ് ആയിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ അവരുടെ അമ്മയെ അഭിനയിച്ച അലീസിയ വളരെ സൂപ്പർബായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ടായി. പിന്നെ ഈ സിനിമ കാണുമ്പോൾ പണ്ടത്തെ കൾട്ട് ക്ലാസിക് സൈലൻസ് ഓഫ് ദ ലാംബ്സ് എന്നൊരു സിനിമയുണ്ട്, അതിൻ്റെ ഒരു ഷെയ്ഡ് നമുക്ക് കാണാൻ പറ്റും. ഓവറോൾ ഒരു മസ്റ്റ് വാച്ച് സസ്പെൻസ് ഹൊറർ ത്രില്ലർ തന്നെയാണ് ലോങ് ലെഗ്സ്.